വിദ്യാർത്ഥികളെ ഇവർക്ക് ട്രൂത്ത് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണുക ബൈനറി വൺസ് കോംപ്ലിമെന്റ് അഡിഷൻ തന്നെയാണ്. മൂന്നാമത്തെ കേസാണ്. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ തമ്മിൽ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം. സോ ഇവിടെ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ രണ്ട് നമ്പേഴ്സിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ആ രണ്ട് വൺസ് കോംപ്ലിമെന്റിന്റെയും തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ രണ്ട് കണ്ടീഷൻസ് നമുക്ക് വരാം. ഒന്നുകിൽ ക്യാരി ഉള്ള ഒരു കണ്ടീഷൻ, ക്യാരി ഇല്ലാത്തൊരു കണ്ടീഷൻ. ക്യാരി ഇല്ലാത്ത കണ്ടീഷൻ ആണ് എങ്കിൽ തന്നിരിക്കുന്ന റിസൾട്ട് തന്നെയായിരിക്കും ഫൈനൽ റിസൾട്ട്. അതൊരു നെഗറ്റീവ് റിസൾട്ടും ആയിരിക്കും. ക്യാരി ഉള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ ക്യാരിയെ LSB പൊസിഷനിലേക്ക് വീണ്ടും ആഡ് ചെയ്യുക. കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. സോ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് ഈ ഓരോ സ്റ്റെപ്പുകളെ നമുക്ക് പരിചയപ്പെടാം. സോ നമ്മുടെ എക്സാമ്പിൾ ഇതാണ്. -01001 മൈനസ് ഓഫ് 01000 എന്ന രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് നമ്പേഴ്സിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ 1 വരുന്നിടത്തെല്ലാം 0, 0 വരുന്നിടത്തെല്ലാം 1 ഇടുക. 1 0 1 1 0. ഇതിനോടൊപ്പം തന്നെ സെക്കൻഡ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ 1 0 1 1 1 എന്ന് വരും. സോ രണ്ട് വൺസ് കോംപ്ലിമെന്റ് നമ്മൾ എടുത്തു. രണ്ട് വൺസ് കോംപ്ലിമെന്റ് എടുത്തുകൊണ്ട് രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുക. 1 0 1 1 0 പ്ലസ് 1 0 1 1 1. ആഡ് ചെയ്യുമ്പോൾ 0 plus 1 is 1, 1 plus 1 is 0 with a carry of 1. സോ ഇവിടെ നമ്മൾ മൂന്നിനെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 with a carry of 1 വരും. 1 plus 0 is 1. 1 plus 1 will result in 0 with a carry of 1. ഇവിടെ 1 carry വന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കിട്ടിയിരിക്കുന്ന ക്യാരിയെ നമ്മൾ എന്ത് ചെയ്യുക, MSB പൊസിഷനിൽ നിന്ന് LSB പൊസിഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. സോ ഇതാണ് കണ്ടീഷൻ. ഇഫ് ഇറ്റ് ഹാസ് ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്യാരിയെ LSB പൊസിഷനിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 1 plus 1 will result in 0 with a carry of 1. 1 plus 0 is 1. 1 1 0. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത് നോക്കുക. വൺസ് കോംപ്ലിമെന്റ്. ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0ക്ക് പകരം 1 ഇടുന്നു. 0 0 0 1. സോ ഫൈനൽ റിസൾട്ട് വിൽ ബി -1 0 0 0 1. സോ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്. സോ ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. രണ്ട് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് നമ്പറിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കുന്നു. ആ കിട്ടിയ രണ്ട് വൺസ് കോംപ്ലിമെന്റിനെയും ആഡ് ചെയ്യുന്നു. രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്യാരി കിട്ടിയിട്ടുണ്ട്. ക്യാരി കിട്ടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, LSB പൊസിഷനിലേക്ക് അതിനെ വീണ്ടും പ്ലേസ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്ന ഉത്തരത്തിനെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. -1 ഇട്ട് കഴിയുമ്പോഴേക്ക് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തും. ഈ പാറ്റേണിലുള്ള ഒരു ഉദാഹരണം കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ സെയിം പാറ്റേണിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. -1 0 0 0 -0 1 1 0. രണ്ട് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് നമ്പറിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. സോ ഈ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0 1 1 1. ഈ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 0 0 1. ഈ രണ്ട് വൺസ് കോംപ്ലിമെന്റുകളെയും തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 0 1 1 1 പ്ലസ് 1 0 0 1 ആണ്. 1 plus 1 will result in 0 with a carry of 1. 1 plus 1 result in 0 with a carry of 1. 1 plus 1 will result in 0 with a carry of 1. And 1 plus 1 result in 0 with a carry of 1. So ഇവിടെ 1നെ നമുക്ക് ക്യാരി ആയിട്ട് കിട്ടി. 1നെ ക്യാരി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ക്യാരിയെ LSB പൊസിഷനിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1 0 0 0 ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക, ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. സോ ഈ കിട്ടിയിരിക്കുന്ന റിസൾട്ടിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 1 1 0 ആണ്. ദാറ്റ് മീൻസ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -1 1 1 0 ആണ്. -1 1 1 0. സോ കഴിഞ്ഞ ലെക്ചറിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ മൈനസിന് പകരം സൈൻഡ് ബൈനറി റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറയുന്നതെങ്കിൽ മൈനസ് എന്ന് പറയുന്ന സിമ്പലിന് പകരം നിങ്ങൾക്ക് സൈൻഡ് ആയിട്ടുള്ള മൈനസിനെ റെപ്രസെന്റ് ചെയ്യുന്ന 1 എന്ന് പറയുന്ന ബൈനറി ബിറ്റ് ആണ്. സോ അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മൈനസ് സൈനിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആദ്യത്തെ ബിറ്റ് ആയിട്ട് 1 എന്ന് പറയുന്ന നെഗറ്റീവ് നമ്പറിനെ സൂചിപ്പിക്കുന്ന സൈനിനെയും കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. സോ വിദ്യാർത്ഥികളെ, ഇങ്ങനെയാണ് നമ്മൾ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്പറേഷൻ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇഫ് ഇറ്റ് ഹാസ് എ ക്യാരി എന്ന് പറയുന്ന കണ്ടീഷൻ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. രണ്ടാമത്തെ കേസ് ക്യാരി ഇല്ലാത്ത കേസുകളാണ് എങ്കിൽ എങ്ങനെയാണ് ഉത്തരം വരുന്നത് എന്നും കൂടെ നമ്മൾ നോക്കുകയാണ്. സോ അടുത്ത ചോദ്യം ഇതാണ്. -1010 -0 1 0 1 ആണ്. സോ രണ്ട് കേസും രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക, രണ്ട് നമ്പറിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. സോ 0 1 0 1 പ്ലസ് 1 0 1 0 എന്നായി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റെപ്പിനെ മാറ്റാം. സോ രണ്ട് വൺസ് കോംപ്ലിമെന്റുകളെയും ആഡ് ചെയ്യുക.
സോ 0 1 0 1 പ്ലസ് 1 0 1 0 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 1 1 1 1 എന്നാണ്. സോ ഇവിടെ നോക്കിയപ്പോൾ നമുക്ക് ക്യാരി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ഇവിടെ കാണുന്നില്ല. ക്യാരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് മൈനസ് ഓഫ് 1 1 1 1 ആണ്. സോ ഇതിന്റെ ക്യാരി ഇല്ലാത്തത് കൊണ്ട് ഇതിന്റെ ഫൈനൽ ആൻസർ ഈസ് മൈനസ് 1 1 1 1 എന്നായിരിക്കും. സോ ദാറ്റ് സിംപ്ലി മീൻസ് ഇവിടെ ഈ ഒരു കണ്ടീഷൻ ആണ്. ഇഫ് ഇറ്റ് വാസ് നോ ക്യാരി ഇല്ലാത്തത് കൊണ്ട് ഫൈനൽ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. രണ്ട് നമ്പർ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നു? നെഗറ്റീവ് സിംബലിനെ കൂടെ കൊടുക്കുകയാണ്. സൈൻഡ് ബൈനറി റെപ്രസെന്റേഷൻ ആണെങ്കിൽ ഈ നെഗറ്റീവിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ബൈനറിയിൽ മൈനസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആദ്യത്തെ ബിറ്റ് ആയിട്ട് 1നെയും കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്ലേസ് ചെയ്തിരിക്കണം. ഒരു ഉദാഹരണം നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അടുത്ത ഉദാഹരണം ഇതാണ്. മൈനസ് 0 1 1 മൈനസ് 1 0 0 ആണ്. രണ്ട് നെഗറ്റീവ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് നമ്പറിന്റെയും വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. സോ ഫസ്റ്റ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് 1 0 0 എന്നാണ്. സെക്കൻഡ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് 0 1 1 എന്നാണ്. ഈ കിട്ടിയിരിക്കുന്ന രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 1 0 0 പ്ലസ് 0 1 1 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം 1 1 1 എന്നാണ്. ഇവിടെ നമുക്ക് ക്യാരി ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇതിനെ ഫൈനൽ റിസൾട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇഫ് ഇറ്റ് ഹാസ് നോ ക്യാരി ദ റിസൾട്ട് വിൽ ബി ഫൈനൽ. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് 1 1 1 എന്നതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആയിട്ടുള്ള ആൻസർ എന്നുള്ളത്. സോ ഈ ഒരു കണ്ടീഷൻ കേസ് 3 രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആയിട്ടുള്ള വൺസ് കോംപ്ലിമെന്റ് അഡീഷൻ എന്ന് പറയുന്ന ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്യാർത്ഥികളെ ഈ ഒരു ലെക്ചർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഉത്തരങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, മൈനസ് 1 1 1 0 മൈനസ് 1 0 0 1. രണ്ടാമത്തെ ചോദ്യം മൈനസ് 1 1 1 മൈനസ് 1 0 1. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മൈനസ് 1 1 1 1 0 0 മൈനസ് 1 0 0 1 1 1. പ്രിയ വിദ്യാർത്ഥികളെ, ഈ 3 നമ്പേഴ്സും ബൈനറി സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നെയാണ്. ഈ ബൈനറി നമ്പേഴ്സിൽ വൺസ് കോംപ്ലിമെന്റ് അഡിഷൻ പെർഫോം ചെയ്യുക. ഇതിന്റെ ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ലെക്ചർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക വൺസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ എന്ന കൺസെപ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ചായിരിക്കും. സോ അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.